Labs MHL Pathcare, Eriad Kara Asmabi College. Give a call to Metropolis Laboratory Sample Collection Service number, Lab at Home. RSSനെതിരെ തുടക്കം മുതലേ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPI എന്ന് സംസ്ഥാന കൗൺസിൽ അംഗം KG ശിവാനന്ദൻ. CPI ശ്രീനാരായണപുരം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഭരണം ഒരു ഫാസിസ്റ്റ് ഭരണമാണ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷണം നമുക്ക് ഉള്ളതുകൊണ്ട്, അതിന്റെ തണലിൽ ഇന്ത്യൻ ജനത നിൽക്കുന്നത് കൊണ്ട് ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ശീതള മഹിമ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പാർലമെന്ററി സംവിധാനത്തിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മതനിരപേക്ഷതയുടേതായിട്ടുള്ള സംരക്ഷണം അനുഭവിക്കേണ്ടതുണ്ട്. എന്നാൽ അതിനെയെല്ലാം തന്നെ കുത്തിച്ചോർത്തി നശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒന്നും തന്നെ BJP ഗവൺമെന്റ് പാഴാക്കുന്നില്ല എന്നുള്ളതും നമ്മൾ പാഠമായി പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം, നമ്മൾ നടത്തുന്ന പോരാട്ടം ഫാസിസത്തിനെതിരായ പോരാട്ടമാണ്. ആ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ മതനിരപേക്ഷ ശക്തികളും ജനാധിപത്യ പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതവിശ്വാസികളും ഉൾപ്പെടെയുള്ളവരുടെ വിശാലമായ വേദി വളർന്നു വരിക തന്നെ വേണം എന്ന അഭിപ്രായത്തിലാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ എത്തിച്ചേർന്നത്. അതിലൊരു വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്ത്യ ഒരു വലിയൊരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി സംഘർഷം. ജില്ലാ കൗൺസിൽ അംഗം ET ടൈസൺ മാസ്റ്റർ, മണ്ഡലം സെക്രട്ടറി P രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VA കൊച്ചുമൊയ്തീൻ, ലോക്കൽ സെക്രട്ടറി CN സതീഷ് കുമാർ, മണ്ഡലം കമ്മിറ്റി അംഗം CK ശ്രീരാജ്, ലോക്കൽ കമ്മിറ്റി അംഗം MR സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന അംഗം PR ഗോപിനാഥൻ പതാക ഉയർത്തി. PR രാജേന്ദ്രൻ, സജിത പ്രദീപ്, MK ചന്ദ്രൻ, PB ബിനോയ് എന്നിവർ പ്രസിഡിയം കമ്മിറ്റിയായി സമ്മേളനം നിയന്ത്രിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നും NH-66 നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കണമെന്നും നിർമ്മാണ കരാർ കമ്പനിയുടെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സെക്രട്ടറിയായി CN സതീഷ് കുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി PR രാജേന്ദ്രനെയും സമ്മേളനം തെരഞ്ഞെടുത്തു.